വളരെ സന്തോഷം. കാരണം കുറച്ച് ദിവസമായിട്ട് CPM-ലെ വളരെ കുറഞ്ഞ സൈബർ പോരാളികൾ, ഒരു വാപ്പല്ലാത്ത കുട്ടി ഇങ്ങനെ നടക്കില്ലേ, അത് അവസാനിച്ചല്ലോ. ഒന്ന്. രണ്ടാമത് പിന്നെ നാളെ തൊട്ട് പറയാനുണ്ടാവും എന്താ, ക്ഷണിതാവാണ്, അസോസിയേറ്റാണ്, ആനയാണ്, ചേനാണ് എന്നൊക്കെ പറയട്ടെ. അപ്പൊ സാധാരണ ഒരു പുതിയ ബന്ധം, നമുക്കറിയാം, ഒരു ബന്ധം ഉണ്ടാവുമ്പോൾ, ഒരു വിവാഹ ബന്ധമാണെങ്കിൽ എത്ര സ്റ്റെപ്പ് കഴിയണം. ആദ്യം ഒരു കുട്ടികൾ തമ്മിൽ കാണണം, അത് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക, കുടുംബങ്ങൾ തമ്മിൽ ഒരു നിശ്ചയം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഒത്തുകല്യാണമോ നിക്കാഹോ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടാണ് കല്യാണം ഉണ്ടാവുക. എല്ലാ ബന്ധങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് പോകും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഇന്ന് പ്രധാനമന്ത്രി ഇവിടെ വരികയാണ്, നമ്മുടെ വിഴിഞ്ഞം ഉദ്ഘാടനം. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്ത കാര്യമൊക്കെ നമുക്കറിയാം. ഇന്നലെ അത് തീരുമാനമായി. പ്രതിപക്ഷ നേതാവിന് സ്റ്റേജിൽ തന്നെ വളരെ നല്ലൊരു സീറ്റ് അവർ പ്രൊവൈഡ് ചെയ്തു. പക്ഷേ കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് ഒരു ഘട്ടത്തിൽ അപമാനിച്ച് വിട്ടിട്ട് ഇനി അതിൽ പോകണ്ടെന്ന് തീരുമാനിച്ചു. അപ്പോൾ പ്രതിപക്ഷ നേതാവിന് വേണമെങ്കിൽ ഇന്ന് അതിൽ പങ്കെടുത്തുകൊണ്ട് ഇന്നത്തെ ചർച്ച നീട്ടിക്കൊണ്ടു പോകാമായിരുന്നു. അദ്ദേഹം വളരെ റിസ്ക് എടുത്തിട്ടാണ് കോഴിക്കോട് വന്ന് ഈ ചർച്ച നടത്തി അദ്ദേഹത്തിനെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച്, തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചും ഇപ്പം അവരെടുത്ത തീരുമാനം ഞങ്ങളുമായി ഡിസ്കസ് ചെയ്യാനാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ചർച്ച ചെയ്യാനുണ്ടാവും. നിങ്ങളെന്താ പറയുന്നത്? കഴിഞ്ഞ ഇങ്ങനെ ഈ ഒരു രീതിയിലെ പൊളിറ്റിക്സ് മാറി മറിഞ്ഞപ്പോൾ എന്താ അൻവറിനെ കുറിച്ചിട്ടുള്ള മൊത്തത്തിലുള്ള ചിത്രം? കോട്ടയിൽ ഒടുങ്ങാത്ത വടിയാണ് കേട്ടോ, എവിടെയും പിടിച്ചാൽ കിട്ടില്ല. നമ്മൾ തന്നെ പ്രതിസന്ധിയിലാകും. അതിന് ഉപോത്ഭകമായി പല എന്താ പറയുക തെളിവുകളും പഴയ കാലത്തെ പല അനുഭവങ്ങളും കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു രീതി ഇവിടെ അവലംബിച്ചിട്ട് പോലും ഞാൻ അത്ര മോശക്കാരൊന്നും അല്ല, നിങ്ങൾക്കറിയാം, ഞാൻ പ്രതികരിക്കാറുണ്ട്. പക്ഷേ ഈ വിഭാഗം ഉണ്ടാക്കിയെടുത്തത് ഞാൻ കൊടയിൽ ഒതുങ്ങാത്ത വടിയാണ്. പക്ഷെ അത് പരിപൂർണമായും തെറ്റാണ് എന്നത് UDF ലീഡർഷിപ്പിനും കോൺഗ്രസ് ലീഡർഷിപ്പിനും അറിയാം. ഇപ്പോൾ അതിൽ പങ്കെടുത്ത ബഹുമാന്യനായ സുധാകരേട്ടനും KC രമേശ്ജിയും 30-35 കൊല്ലത്തെ കോൺഗ്രസ് ബന്ധമുണ്ട്. VD പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള എൻ്റെ ബന്ധം 2005-ലാണ് അദ്ദേഹം, 2000-2005-ലാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹം കോൺഗ്രസ് ആയിട്ട് വരുന്നത്, MLA ആയിട്ട് വരുന്നത്. അപ്പോഴേക്ക് ഞങ്ങളൊക്കെ കോൺഗ്രസ് വിട്ട് 4ാം ഗ്രൂപ്പും DIC ഒക്കെ ആയി പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവുമായിട്ട് പൊളിറ്റിക്സിൽ കോൺഗ്രസിൽ എനിക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹത്തെ ഒരു ശത്രുപക്ഷത്താക്കിയിട്ടാണ് ഞാൻ നിയമസഭയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ അറിയാം ഞാൻ കൊടയിൽ ഒതുങ്ങുന്ന വടി തന്നെയാണ്. ഞാൻ എപ്പോഴാണ് പിണറായിയേറ്റ് തെറ്റുന്നത്? നിങ്ങൾ കണ്ടില്ല. ഞാൻ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോഴും അത് ലൈവാണ്. ഇന്നലെ പോലും RSSന്റെ ഈ പറയുന്ന നമ്മുടെ ജയിൽ ജീവനക്കാർ നടത്തിയ മീറ്റിംഗ്, ഓരോ ഘട്ടത്തിലും അത് ഓരോന്ന് വരികയാണ്. അപ്പം ഞാൻ പറഞ്ഞ ആ പൊളിറ്റിക്സ് അവിടെ നിൽക്കുന്നുണ്ട്, അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പം അതിനെ എൻകാഷ് ചെയ്യേണ്ട ഒരു രാഷ്ട്രീയം ഇവിടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പം ഞാൻ പറയുന്നുണ്ടല്ലോ, CPM-ന്റെ വോട്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടാൻ. അതൊരു വസ്തുതയല്ലേ? നിങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോടൊന്ന് സ്വകാര്യം സംസാരിച്ച് നോക്കൂ. ഈ ഗവൺമെന്റിൽ ആരാണ് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടത്? കഴിഞ്ഞ 7.5 കൊല്ലം, 6 മാസമായിട്ട് അവർക്ക് കുറച്ച് റിലീഫുണ്ട്. CPM-ന്റെ സാധാരണക്കാരായ തൊഴിലാളികളും പാവപ്പെട്ട സഖാക്കൾക്കും നീതി കിട്ടുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയുന്നില്ല, പഞ്ചായത്ത് ഓഫീസിൽ പോകാൻ കഴിയുന്നില്ല, ഫോറസ്റ്റ് ഓഫീസിൽ പോകാൻ കഴിയുന്നില്ല. ഇവിടെ ഈ അധികാരവർഗം അവരാണ് ഇവിടെ രാജ്യം ഭരിക്കുന്നത്. അത് മാറ്റണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത്രയും ഫൈറ്റ് നടത്തി ഈ പറയുന്ന പ്രതിപക്ഷവുമായി നിരവധി ഏറ്റുമുട്ടൽ നടത്തി അവർക്ക് ഇങ്ങനെയല്ലാതെ തീരുമാനം എടുക്കാൻ കഴിയുമോ? അപ്പോൾ സ്വാഭാവികമായിട്ടും പിണറായിസത്തിനെതിരെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം ഇവിടെ ചർച്ചയാണ്. ഞാൻ പിണറായിക്ക് എതിരെ പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഞാൻ നടത്തിയ സ്റ്റേറ്റ്മെന്റുകൾ, പരാതികൾ കഴിഞ്ഞിട്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പൊതുവായിട്ട് എന്നോട് പൊതുസംസാരം നിർത്തണം എന്ന് പറഞ്ഞു. ഞാൻ നിർത്തി. ഞാൻ നിർത്തിയതിൻ്റെ 3-ാമത്തെ ദിവസം ആണ് മുഖ്യമന്ത്രി ഈ സ്റ്റേറ്റ്മെന്റ് പത്രസമ്മേളനം നടത്തിയിട്ട് എന്താ പറയുന്നത്? ഈ കള്ളക്കടത്തുകാരുടെ പിന്നിൽ PV അൻവറിന്റെ താല്പര്യമുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന സ്റ്റേറ്റ്മെന്റ് നടത്തി നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ആരാണ് അതിന് പിന്നിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? നിങ്ങൾ അത് എനക്കറിയില്ല, PV അൻവറാണെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ എനക്കറിയില്ല എന്ന് പറയും. ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് രാത്രി എന്നെ അറസ്റ്റ് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കിയോ? ഞാൻ എന്തുകൊണ്ട് ഇത് തുറന്ന് പറയേണ്ടി വന്നു എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട 153 കേസുകളാണ് പോലീസ് ഇവിടെ ബുക്ക് ചെയ്തിരുന്നത്. അതിൽ ഏകദേശം ഒരു 100 പ്രതികളുമായി ഇതിന്റെ വസ്തുത അറിയാൻ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ വീട്ടിൽ വന്നിട്ടുണ്ട് എത്രയോ ആളുകൾ. ഞാൻ ഉപയോഗിച്ച മുഴുവൻ എൻ്റെ പേഴ്സണൽ ഫോൺ 9447060901 ആണ്. ഞാൻ ഒരു വാട്സാപ്പ് കോളിലേക്കും പോയിട്ടില്ല. വാട്സാപ്പിൽ വല്ല മെസ്സേജും വേണമെങ്കിൽ അത് സ്വീകരിക്കുമെന്നല്ലാതെ ഡയറക്റ്റായിട്ട് ഈ ആളുകളുമായി ഞാൻ ഇന്ററാക്ട് ചെയ്ത. കാരണം ഗവൺമെന്റ്, മുഖ്യമന്ത്രി പാർട്ടീന്റെ കൂടെയാണ് ഈ സത്യം തെളിയിക്കാൻ. സത്യം ഇത് തെളിഞ്ഞു വരുമ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും മകളെടുത്തും ശശിക്കും പോകാന്ന് മനസ്സിലായപ്പോൾ ഇത് തടയിടാൻ മറ്റൊരു മാർഗമില്ല. എന്താ മാർഗം? അന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കിയോ, ഞാൻ മുഖ്യമന്ത്രി രാവിലെ നടത്തിയ പത്രസമ്മേളനത്തിന് അന്ന് രാത്രി വൈകുന്നേരം ഞാൻ പത്രസമ്മേളനം നടത്തി. ഞാൻ അവിടെ ടെലിവിഷൻ വെച്ചു, പ്രതികളെ ഞാൻ കാണിച്ചു, നമ്പറുകൾ ഞാൻ കാണിച്ചു തന്നു. 100 കണക്കിന് ആളുകളെ ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഞാൻ വിളിച്ചത്. അത് ഞാൻ അന്ന് ചെയ്തില്ലായിരുന്നെങ്കിൽ അന്ന് രാത്രി പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് ഞാൻ ജയിലിൽ പോയിട്ടുണ്ടാവും. ആ പറയുന്ന കോളർ ID, കോളർ ലിസ്റ്റ് പുറത്തു വിടുമോ? ഈ ഇരിക്കുന്ന നിങ്ങളും എൻ്റെ കുടുംബം അടക്കം എന്താ വിചാരിക്കുക? ഭയങ്കരം തന്നെയാണ് കേട്ടോ. അൻവറേ, ഇങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ കഴിയും മനുഷ്യന്? ആ ജയിലിൽ നിന്ന് എനിക്ക് പോരാൻ കഴിയില്ല. ആ പ്ലാന് ദൈവാധീനം കൊണ്ട് അദ്ദേഹം അത് ഓരോന്നിങ്ങനെ പറയുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അങ്ങോട്ടാണ് പോകുന്നതെന്നില്ല. ഇത് എന്നെ ലോക്ക് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. കാരണം ഞാൻ അതിൻ്റെ 10 ദിവസം മുമ്പ് അദ്ദേഹത്തെ പോയി കണ്ടതല്ലേ, പരാതി കൊടുത്തതല്ലേ, ഡീറ്റെയിലായി സംസാരിച്ചതല്ലേ. അദ്ദേഹത്തോട് പുറത്ത് പത്രക്കാർ നിൽക്കുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, അതിനെന്താ നിങ്ങൾ പറഞ്ഞോ എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ച് വിട്ട വ്യക്തിയാണ് ഈ ഡബിൾ ഗെയിം കളിക്കുന്നത്. അപ്പം അയാൾ എന്തുമാത്രം ദുഷ്ടത്തരമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എന്ന് കൃത്യമായി ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാവും. തിരഞ്ഞെടുപ്പോട് കൂടി നമ്മളത് വിശദീകരിക്കും. ആ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ജനങ്ങളോട് ഈ കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി ജയിക്കും, തെരഞ്ഞെടുപ്പുണ്ടായാലും.